കേരളത്തിൽ സ്ത്രീകൾക്ക് മാത്രം എന്തിനാണ് സൗജന്യ യാത്ര? സ്ത്രീകളുടെ സൗജന്യ യാത്ര കൊണ്ട് കേരളം സമ്പാദിക്കാൻ പോകുന്നത് 3 കോടിയിലധികം രൂപ പ്രതിദിന കടമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ വകയല്ല ഇത്. 102 സീറ്റുമായി അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ യാത്രയിലൂടെ KSRTCയും സംസ്ഥാന സർക്കാരും നേരിടാൻ പോകുന്ന കടക്കണിയാണ് ഈ പ്രതിദിന കടം. ഇടത് സർക്കാരിന്റെ ഭരണത്തിൽ KSRTC അത്രമേൽ ശ്രമകരമായി നേടിയ ലാഭം പോലും തുച്ഛമാണ്. എങ്കിലും ശബരിമല സീസണിൽ ആകെ 11,53 ലക്ഷം രൂപ നേടിയിരുന്നു. ഇടത് സർക്കാർ തുടങ്ങിയ KSWIFT സർവീസുകൾ പല മാസങ്ങളിലും പ്രവർത്തന ലാഭം, അതായത് ഓപ്പറേഷണൽ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കൊറിയർ ആൻഡ് പാർസൽ സർവീസ് മേഖലകൾ വഴി പ്രതിവർഷം KSRTC ആദ്യ വർഷത്തിൽ 3.73 കോടി രൂപ വരുമാനം നേടുകയും ചെലവുകൾ കഴിഞ്ഞ് 1.5 കോടി രൂപയിലധികം ലാഭമുണ്ടാക്കുകയും ചെയ്തു. LDF സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2026 സംസ്ഥാന ബജറ്റ് വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ KSRTCയെ നിലനിർത്തുന്നതിനായി കഴിഞ്ഞ വർഷങ്ങളായി 8,525 കോടി രൂപയിലധികം ധനസഹായം സർക്കാർ കോർപ്പറേഷന് നൽകിയിട്ടുണ്ട്. ശമ്പളം, പെൻഷൻ, ലോൺ തിരിച്ചടവ് എന്നിവയ്ക്കാണ് ഈ തുക പ്രധാനമായും വിനിയോഗിക്കുകയും ചെയ്തത്. KSRTC ബസ്സുകളിൽ സ്ത്രീകളെ പൂർണ്ണമായും സൗജന്യമായി കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നും ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാൻ തങ്ങൾക്ക്, അതായത് LDFന് കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ കൃത്യമായി മുൻ ഗതാഗത വകുപ്പ് മന്ത്രി AB ഗണേഷ്കുമാർ വ്യക്തമാക്കിയിരുന്നു. പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളായ സ്ത്രീകളെയാണോ അതോ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന സ്ത്രീകളെയാണോ ഫ്രീ ആയി കൊണ്ടുപോകേണ്ടതെന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തിയിരുന്നു. വരുമാന പരിധിയോ മറ്റ് മാനദണ്ഡങ്ങളോ ഇല്ലാതെ എല്ലാവർക്കും സൗജന്യ യാത്ര നൽകുന്നത് പ്രായോഗികമല്ല എന്നിരിക്കെ ബാംഗ്ലൂരിലേക്കോ AC വണ്ടികളിൽ യാത്ര ചെയ്യുന്ന 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു സ്ത്രീക്ക് ഫ്രീ ആയി ടിക്കറ്റ് കൊടുക്കാൻ KSRTCക്ക് സാധിക്കുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. കൃത്യമായ മാനദണ്ഡങ്ങളോ വ്യക്തതയോ ഇല്ലാതെയാണ് പ്രതിപക്ഷം ഇത്തരം ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. നിലവിൽ പെൻഷൻ ഇനത്തിൽ തന്നെ മാസം 70 മുതൽ 75 കോടി രൂപയും ശമ്പള ഇനത്തിൽ 50 മുതൽ 55 കോടി രൂപയും സർക്കാർ നൽകിയാണ് KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു സൗജന്യ പ്രഖ്യാപനം കോർപ്പറേഷന് താങ്ങാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. KSRTCയിൽ ടൂറ് പോകാമെന്നൊക്കെ വാഗ്ദാനം ചെയ്ത സർക്കാരിന് എത്ര നാൾ കേരളത്തിന്റെ സർക്കാർ ഗതാഗത സംവിധാനങ്ങളെ താങ്ങി നിർത്താൻ കഴിയുമെന്നത് ഗൗരവപൂർവ്വം കാണേണ്ട ഒന്ന് തന്നെയാണ്. UDF സർക്കാരിന്റെ സൗജന്യ പ്രഖ്യാപനം ഓർഡിനറി, സിറ്റി ഫാസ്റ്റ് എന്നീ ക്ലാസുകളിലാണ്. അപ്പോൾ എങ്ങനെ ഊട്ടിയിലേക്കും മൈസൂരിലേക്കും ടൂർ പോകാനാകും? പ്രതിദിനം 3 കോടി രൂപ കടം KSRTCയിൽ വന്നാൽ പ്രതിമാസം 93 കോടി കടത്തിലാകും KSRTC ഉണ്ടാകുക. ആർക്ക് വേണ്ടിയാണ് കോൺഗ്രസ് ഒരു സർക്കാർ സംവിധാനത്തെ മനഃപൂർവ്വം ഇല്ലാതെയാക്കുന്നത്? ഇപ്പോൾ സമരത്തിനിറങ്ങാൻ പോകുന്ന സ്വകാര്യ ബസ് മേഖല മാസങ്ങൾക്കുള്ളിൽ ശക്തി പ്രാപിക്കും. കാരണം KSRTC ഇല്ലാതെയായാൽ പിന്നെ സ്വകാര്യ ബസ് മേഖലയുടെ അപ്രമാദിത്വമായിരിക്കും നമ്മൾ കാണുക. ഇപ്പോൾ തന്നെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒട്ടേറെയാണ്. അത് നിയന്ത്രിക്കാനാവാത്ത ഗുരുതര അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ അധിക ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല. മാസം 90 കോടി രൂപ നഷ്ടം വരുമ്പോൾ പ്രതിവർഷം 100 കോടി 80 ലക്ഷം രൂപ എന്ന ഭീമമായ തുകയിലേക്ക് KSRTC വകുപ്പ് കൂപ്പുകുത്തും. ഇതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് അത്ര എളുപ്പമായിരിക്കില്ല. നിലവിലെ പ്രതിസന്ധികളൊക്കെയും മറികടന്ന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഒട്ടേറെ സാധാരണക്കാർ യാത്രാ സൗകര്യം ഒരുക്കുന്ന KSRTC സർവീസുകൾക്ക് റീത്ത് വെക്കാൻ ഒരുങ്ങുന്ന UDF സർക്കാർ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും.